വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് നിങ്ങൾ എന്ത് ടൈപ്പ് എനർജിയാണ് നിങ്ങളിൽ നിന്ന് നിങ്ങളിപ്പോൾ ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളെ ചുറ്റി നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻസ് എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ പല ആശയക്കുഴപ്പത്തിലൂടെ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒരു നിങ്ങൾക്ക് ഉള്ള കഴിവുകൾ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ കഴിവുകളെ പ്രയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഒരു ചിലപ്പോൾ റൂട്ടീൻ തന്നെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു ഡിസിപ്ലിൻഡ് ആയ രീതിയിൽ നിങ്ങൾക്ക് മുന്നേറാനായിട്ട് സാധിക്കുന്നില്ല ഈ ഒരു സമയത്ത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി, ഒരു കൺഫ്യൂസിങ് എനർജി നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത് ഒരു ഇൻഡിസിപ്ലിൻഡ് ആയ വേയിലാണ് നിങ്ങളെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു അതോറിറ്റീവായ പേഴ്സൺ ആയിരിക്കാം, എങ്കിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആ കഴിവും കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനോ പറ്റാത്ത ഒരു രീതിയിലേക്കാണ് ഈ എനർജി നിങ്ങളെ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഹൈ പ്രീസ്റ്റസ് കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ അവബോധത്തെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു അഡ്വൈസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കുള്ള ഈ ഒരു ആശയക്കുഴപ്പമുള്ളൊരു എനർജി ആയതുകൊണ്ട് തന്നെ പലരുടെ അടുത്തും നിങ്ങൾ കൺസെൻറ്റ് ചോദിക്കുന്നുണ്ടാവാം, പലരുമായിട്ടുള്ള ഒരു അഡ്വൈസ് ചോദിക്കുന്നുണ്ടാകാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, കോൺഫിഡൻ്റ് ആയി തോന്നുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളെ നന്നായി അറിയാം, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളൊരു തീരുമാനം സ്വയം എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ നിന്ന് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു അഡ്വൈസാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്തുവെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ യെസ് എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.